കണ്ണു തുറക്കൂ. നമ്മുടെ പുത്രിക്ക് എന്താണ് സംഭവിച്ചത്? ഇതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇവൾക്ക് എന്താണ് സംഭവിച്ചത്? നാം കരുതുന്നത് രാജകുമാരി പ്രഭാതം മുതലൊക്കെ വളരെ ക്ഷീണിതയാണ്. അല്പം വിശ്രമിക്കുകയാണെങ്കിൽ സുഖം പ്രാപിക്കുന്നതുമാണ്. നമ്മളേവരും ഇപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. രാജകുമാരിയുടെ അവസ്ഥ ഭേദമായി കഴിയുമ്പോൾ ഈ വിവാഹത്തിന്റെ ചടങ്ങുകൾ നമുക്ക് പൂർത്തീകരിക്കുവാനും സാധിക്കും. ഏവരും ശാന്തരായാലും രാജകുമാരിയുടെ ചികിത്സ ഇവിടെ സാധ്യമല്ല. കുമാരിയുടെ അറയിലേക്ക് കൊണ്ടുപോകൂ. അത് നന്നായി. ആരും നമ്മുടെ നാടകം കണ്ടുപിടിച്ചില്ല. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം ലഭിക്കുമല്ലോ. ഈ അവസ്ഥയിൽ നാം ഇവളെ എവിടേക്കും പറഞ്ഞു വിടില്ല. ഇവളെ ഇപ്പോൾ ഈ നിമിഷം തന്നെ അറയിലേക്ക് കൊണ്ടുപോകൂ. രൂപവതി, എഴുന്നേൽക്കു പുത്രി. വന്നാലും നിങ്ങൾ ഏവരും വന്നാലും. ഇല്ല, ഇപ്രകാരം നാടകം കളിച്ച് വളരെയേറെ സമയം നഷ്ടമായി. ഇനിയും അതിന് കഴിയില്ല. ഇനി ജോഡിലയുടെ യഥാർത്ഥ മുഖം രൂപനഗരത്തിന് കാണിച്ചു കൊടുക്കണം. ജോഡിലയുമായി ശത്രുത സ്ഥാപിക്കുന്നതിന്റെ ഫലം ഭയങ്കരമായിരിക്കും. അതിനി രൂപനഗരത്തിലെ ആളുകൾ മനസ്സിലാക്കും. അസുഖത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അസുഖമൊന്നുമില്ലേ? ഇല്ല. ഇപ്പോൾ നാം പിടിക്കപ്പെട്ടേനെ. ഇല്ല, എന്തായാലും ഇത് മാളികയുടെ ഉൾഭാഗം തന്നെയാണ്. ഇന്ന് കൊട്ടാരത്തിനുള്ളിൽ അനേകം പേരുടെ സാന്നിധ്യവും ഉണ്ടാകും. അഥവാ നാം പിടിക്കപ്പെട്ടാൽ അതൊട്ടും ഉചിതമായിരിക്കില്ല. എന്നാൽ രാജകുമാരിക്ക് എന്താണ് സംഭവിച്ചത്? അസുഖത്തിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. സ്വയംവരം പോലെ വലിയൊരു ചടങ്ങിന്റെ സംഘർഷം ഉൾക്കൊള്ളാൻ സാധിച്ചു കാണില്ല. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിക്കാണും. അല്ല, എന്താണിത്? അല്ലയോ രാജവൈദ്യൻ, ഇനി എന്താണൊരു ഉപായം? ഇളയറാണി, രാജവൈദ്യം പറഞ്ഞത് കേട്ടില്ലേ? ചെറിയൊരു സംഘർഷം ഉണ്ടായതാ. അതിനർത്ഥം വേഗം സുഖം പ്രാപിക്കും, ശരിയല്ലേ? ഇല്ലില്ല, കുമാരി വിശ്രമിച്ചേ മതിയാകൂ. ഇല്ലില്ല, വിശ്രമം കൊണ്ട് കാര്യം നടക്കില്ല. അങ്ങിവളെ സുഖപ്പെടുത്തൂ. ഒന്നിനു പുറകെ ഓരോന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി രാജമാതാവ് ദുർബലയായ രാജകുമാരിയെ കാണുകയാണെങ്കിൽ അവർ ഈ സ്വയംവരത്തിന് വിസമ്മതം കാട്ടിയാലോ? അവിടെ നിന്ന് എന്താണ് പറയുന്നത് ജ്യേഷ്ഠത്തി? ഇങ്ങനെയൊരു അവസ്ഥയിൽ രൂപവതിയുടെ സ്വയംവരം നടത്തണമെന്നോ? അനൽ രാജ്യത്തെ രാജകുമാരനെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ അവസ്ഥയാണ്. അതിവരും മനസ്സിലാക്കിയാൽ നല്ലത്. രാക്ഷസറാണി ജോഡിലയുടെ ക്രോധം ഇനിയും വർദ്ധിച്ചാൽ ഇവിടമാകെ തകരുന്നതാണ്. അവിടെ ഇനിയും വൈകരുത് രാക്ഷസറാണി. ഞങ്ങൾ എല്ലാവരും ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും രാജകുമാരിയെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിട്ടുണ്ടാവും. ഈ അവസരം മുതലാക്കി നീ മഹാരാജാവിനെ നിയന്ത്രണത്തിലാക്കണം. അപ്പോൾ ഞങ്ങൾ 4 ദിക്കിൽ നിന്നും ആക്രമണം നടത്തുന്നതാണ്. ഇനി സമയം കളയുന്നതിൽ അർത്ഥമില്ല ജോഡില. നീ പറഞ്ഞത് വളരെ ശരിയാണ് ഔഷധച്ചെടി. മഹാരാജൻ വിക്രമദേവന്റെ വിധിയിൽ സ്വന്തം പുത്രിയുടെ വിവാഹം കാണാനുള്ള യോഗം കുറിച്ചിട്ടുണ്ടാവില്ല. നാം ഇതാ വരുന്നു മഹാരാജൻ വിക്രമദേവൻ. തയ്യാറായിക്കോളൂ. നിന്റെ സാമ്രാജ്യം എവിടെ തകർന്നടിയാൻ പോവുകയാണ്. ഇനി നീ മനസ്സിലാക്കുന്നതാണ്. രാക്ഷസറാണി ജോഡിലയുമായി ശത്രുത സ്ഥാപിച്ചതിന്റെ ഫലം എന്തായിത്തീരുമെന്ന്.
നാം ഇതാ വരികയാണ്. ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ദേവദത്തൻ ഇപ്പോൾ എവിടെയാണ്? വേഗം കണ്ടുപിടിക്കണം. എന്താണ് സംഭവിക്കുന്നത്? രക്ഷിക്കണേ ഭഗവാനെ, ഇതെന്താണ് ഭോജനമാണോ? ഭഗവാനെ, ഞങ്ങൾ രക്ഷിക്കൂ. ഇതെന്താ ഭോജനമാണോ? അതാ അവിടെ നോക്കൂ, മൊത്തം ഇളകുകയാണല്ലോ. അയ്യോ, അവിടെ നിൽക്കരുത്. പിന്നിലേക്ക് വന്നാലും അവിടെ അപകടമാണ്. ഭഗവാനെ, ഇളയറാണി, പുറത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇല്ലില്ല, ആശങ്കപ്പെടേണ്ട. നാം കൂടി പോകുന്നുള്ളേ റാണി. നാം അവിടെ പോയി നോക്കിയിട്ട് വരാം. അയ്യോ, രൂപവതി പുത്രി, അല്ലയോ രാജവൈദ്യൻ, അങ്ങ് ദയവ് ചെയ്ത് രാജകുമാരിയുടെ അടുത്ത് തന്നെ നിൽക്കണം. നാം ഉടനെ തന്നെ വരാം. എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഈ വൃദ്ധനായ വൈദ്യനെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കുകയാണോ? നാം ഇവിടെ നിൽക്കില്ല. ഇതെന്താണ്? എല്ലാരും അസുഖബാധിതയായ രാജകുമാരിയെ തനിച്ചാക്കി പുറത്തേക്ക് പോയോ? ഇതെന്താ ഭൂചലനമാണോ? ഓഹോ, അപ്പോൾ രാജകുമാരിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഇത്? നീ ഇവിടെ? വിടൂ, നമ്മെ വിടൂ. നമുക്ക് പിതാശ്രീയുടെ അടുത്തേക്ക് പോകണം. രാജകുമാരി അവിടുന്ന് ശാഠ്യം പിടിക്കാതിരിക്കൂ. പുറത്തൊരു വലിയ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. അതെപ്പോൾ നിലയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുന്ന് ക്ഷമ കാണിച്ചാലും.